നമസ്കാരം. ഇറാനെതിരെ ചെങ്കടലിൽ തീബോംബിടാൻ അമേരിക്ക. ഇറാൻ അമേരിക്കയ്ക്കെതിരെ വജ്രായുധം പ്രയോഗിച്ചിരിക്കുന്നു. ലോകം കടുത്ത ആശങ്കയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് സർവവും സജ്ജമാക്കിയ ട്രംപും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ചെറിയൊരു ആക്രമണമല്ല, പകരം ഒരു വൻ യുദ്ധത്തിനുള്ള നീക്കമാണ് ഇത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരെ ഒരു സമ്പൂർണ്ണ സൈനിക നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ജനുവരിയിൽ നടന്ന നയതന്ത്ര ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാൽ പ്രസിഡന്റ് അങ്ങേയറ്റം അതൃപ്തനാണ് എന്നും വരും ആഴ്ചകളിൽ തന്നെ ഇറാനെതിരെ കൈനറ്റിക് ആക്ഷൻ, അതായത് സൈനിക നീക്കം ഉണ്ടായേക്കുമെന്നുള്ള ട്രംപിന്റെ നീക്കങ്ങൾ വെറുമൊരു മിന്നലാക്രമണമായിരിക്കില്ല ഇതെന്നും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വൻ തോതിലുള്ള സൈനിക ക്യാമ്പയിൻ ആയിരിക്കും ഇതെന്നുള്ള സൂചനകളാണ് അമേരിക്കയിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നും വരുന്നത്. ഇറാനുമായിട്ടുള്ള ആണവ കരാറിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ 2 ആഴ്ചത്തെ സമയമാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾ വിജയിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഇറാൻ എന്ന് പറയപ്പെടുന്നത് ഇറാന്റെ അതിർത്തിക്ക് സമീപം അമേരിക്ക വൻതോതിൽ സൈനിക വിന്യാസം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ F-35, F-22, F-16 ഉൾപ്പെടെ 50-ലധികം യുദ്ധവിമാനങ്ങളാണ് പശ്ചിമേഷ്യയിലെ താവളങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനു പുറമെ USS ജെറാൾഡ് ആർ ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ എന്നീ 2 ഭീമൻ വിമാനവാഹിനി കപ്പലുകൾ മേഖലയിൽ സജ്ജമായി ഒരുങ്ങി നിൽക്കുകയാണ്. ഇറാൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു സംയുക്ത സൈനിക നീക്കത്തിന് ഇസ്രായേലും തയ്യാറെടുക്കുന്നതായിട്ടുള്ള വിവരം പുറത്തു വരുന്നു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനകൾ യുദ്ധസജ്ജമായി നിൽക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ വജ്രായുധമായിട്ടുള്ള ഹോർമുസ് കടലെടുക്ക് ഭാഗികമായിട്ട് അടച്ച് അവിടെ സൈനിക അഭ്യാസം ആരംഭിക്കുകയാണ്. ഇത് ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ബാധിക്കുമെന്നുള്ള ആശങ്ക വളരെ ശക്തമാകുന്നുണ്ട്. നയതന്ത്രം അതിന്റെ സ്വാഭാവിക അന്ത്യത്തിലെത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിച്ചാൽ അത് ഏത് നിമിഷവും ഗൾഫ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നുള്ളതാണ്. ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാൻ അതിർത്തിയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ട് അമേരിക്ക 50 F-35, F-22, F-16 എന്നീ വിമാനങ്ങളാണ് ഇറാൻ അതിർത്തിയിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകൾക്ക് ശേഷമാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തുന്നത്. ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ട് അത്യാധുനിക പോർവിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമാണ് അമേരിക്ക മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. 50ഓളം F-35 യുദ്ധവിമാനങ്ങൾ, F-22, F-16 തുടങ്ങിയിട്ടുള്ള അത്യാധുനിക പോർവിമാനങ്ങൾ US മേഖലയിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനു പുറമെ C-17 വിമാനങ്ങൾ വഴി വൻതോതിൽ സൈനിക ഉപകരണങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ മേഖലയിലേക്ക് അമേരിക്ക എത്തിക്കുന്നുണ്ട്. അപ്പോൾ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ ഇറാന് സമീപത്തെ ജലാതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലും ഈജിപ്തിലെ സൂയസ് കനാലിലൂടെ മെഡിറ്ററേനിയനിൽ നിന്ന് ചെങ്കടലിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം വിശദമാക്കുന്നത് എന്നുള്ളതാണ്. US നേവിയുടെ MQ-4C ട്രൈറ്റൺ നിരീക്ഷണ ഡ്രോൺ അത് ഗൾഫിന് മുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാൻ കരാറിന് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യാഘാതം എന്ന് പറയപ്പെടുന്ന ഗുരുതരമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. മനോഹരമായ ഒരു നാവിക വ്യൂഹം ഇറാന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശദമാക്കുകയും ചെയ്തു. എന്തായാലും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ശക്തമായിട്ടുള്ള സൈനിക നടപടികൾ പെന്റഗൺ തയ്യാറാക്കുന്നതോടുകൂടിയാണ് ആ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ അടക്കം സൂചിപ്പിക്കുന്നത് വരുന്ന ആഴ്ചകളിൽ ശക്തമായ നടപടികളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകും. എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മുക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രംപിന്റെ വീരഭാവത്തിന് വേണ്ടിയിട്ട് ഇറാന്റെ പരമോന്നത നേതാക്കളായ ആയത്തുള്ള അലി ഖമേനി മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു പുറമെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അഭ്യാസം നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പുറമെ ഏത് തരത്തിലാണോ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയുന്നത് ആ തരത്തിലൊക്കെ അമേരിക്ക ഇറാനെ ആക്രമിക്കും. പക്ഷെ ഇറാനെതിരെ ചെങ്കടലിൽ ബോംബിടാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുമ്പോൾ ഇറാൻ അമേരിക്കയ്ക്കെതിരെ വലിയ വജ്രായുധം എടുത്ത് പ്രയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കുവാൻ അമേരിക്കയ്ക്ക് എത്ര നാൾ കഴിയുമെന്ന് പറയാൻ കഴിയില്ല.